നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് AI ക്യാമറകൾ. സംസ്ഥാനത്ത് ഏതാണ്ട് 800-ലധികം AI ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഈ AI ക്യാമറകളിലൂടെ ട്രാഫിക് ലംഘനങ്ങൾ കണ്ടെത്തുന്നു. ആ ട്രാഫിക് ലംഘനങ്ങൾ നേരെ കൺട്രോൾ റൂമിലെത്തുന്നു. കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ വാഹന ഉടമയ്ക്ക് പിഴ അടയ്ക്കേണ്ടി വരുന്നു. നിലവിലുള്ള ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് പിഴ അടയ്ക്കേണ്ടി വരുന്നു. പിഴ അടയ്ക്കാത്തവർക്കെതിരെ മറ്റ് അനന്തര നടപടികളിലേക്ക് കടക്കുന്നു. റോഡിൽ തടഞ്ഞു നിർത്തിയുള്ള പരിശോധനകളും മറ്റും ഒഴിവാക്കുകയാണ്. കേരളത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. കേരളം AI ഹബ്ബായി മാറുന്നു. ഇനിയൊരു കാരണവശാലും കേരളത്തിൽ ട്രാഫിക്കിൽ നിയമലംഘനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ നിയമലംഘനങ്ങൾ ഉണ്ടാക്കുന്നവരെ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങളിതാ പിടികൂടിയിരിക്കുന്നു, കേരളം വികസനത്തിൻ്റെ പരമകോടിയിലെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് AI ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ. എന്നാൽ AI ക്യാമറകൾക്കെതിരെ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. AI ക്യാമറ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് AI അടിസ്ഥാനത്തിലുള്ള ക്യാമറയല്ല, സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറയാണ്. അത്തരം ക്യാമറകളെ AI വിപ്ലവത്തിൻ്റെ ഭാഗമായി കാണരുത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് റോഡ് അപകടങ്ങൾ കുറയ്ക്കില്ലെന്നും സർക്കാരിന് പണമുണ്ടാക്കാനുള്ള മാർഗമാണ് എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ AI ക്യാമറയെ ഭയപ്പെട്ടു തുടങ്ങി. AI ക്യാമറ ഇല്ലാത്ത ഭാഗത്തുകൂടി നിയമലംഘനം നടത്തി വണ്ടി ഓടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെ നിയമലംഘനങ്ങളുടെ എണ്ണം കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട് പുറത്തിറക്കിയ AI ക്യാമറകൾ എല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്ന വാർത്തയാണ് തലസ്ഥാനത്ത് നിന്നും വരുന്നത്. അതായത് AI ക്യാമറകൾ, കേരളത്തിലുടനീളമുള്ള AI ക്യാമറകൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി AI ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. ഇനിയും അങ്ങോട്ട് പ്രവർത്തനരഹിതമായി തുടരും. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ പ്രവർത്തനരഹിതമായി തുടരും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്താണ് പ്രതിസന്ധി എന്ന് വെച്ചാൽ, AI ക്യാമറകൾ നമുക്കറിയാം, നിയമലംഘനം AI ക്യാമറകൾ തന്നെ കണ്ടെത്തുന്നു. അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ദൃശ്യങ്ങൾ അവർ എടുക്കുന്നു. അതിനുശേഷം കൺട്രോൾ റൂമിലേക്ക് കൈമാറുന്നു. കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഫോട്ടോകൾ പരിശോധിച്ച് ഇത് ഏത് ഗണത്തിലാണ് വരുന്നത് എന്ന് കൃത്യമായി AI നിർദ്ദേശം അനുസരിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന വാഹന ഉടമയ്ക്ക് പിഴ ഈടാക്കുന്നു, ചെല്ലാൻ അയക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ AI ക്യാമറകളിൽ നിന്നും കൺട്രോൾ റൂമിലേക്ക് ദൃശ്യങ്ങൾ വരുന്നത് നിലച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സർക്കാർ വൻ തുക കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. സർക്കാരിന് വേണ്ടി കെൽട്രോൺ ആണ് ഈ AI ക്യാമറകൾ പ്രവർത്തിപ്പിച്ചിരുന്നത്. കെൽട്രോൺ ജിയോയ്ക്ക് ഇൻ്റർനെറ്റ്, ഈ AI ക്യാമറകൾക്ക് ഇൻ്റർനെറ്റ് സംവിധാനം ആവശ്യമാണ്. ഇതിനാവശ്യമായ ഇൻ്റർനെറ്റ് സേവനം നൽകിയിരുന്നത് ജിയോ ആയിരുന്നു. ജിയോയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കെൽട്രോൺ വരുത്തുന്നു. അതോടുകൂടി ജിയോ ഇൻ്റർനെറ്റ് സേവനം അവസാനിപ്പിക്കുന്നു. ഇൻ്റർനെറ്റ് സേവനം അവസാനിച്ചതോടുകൂടി ക്യാമറകളിൽ നിന്നും ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലേക്ക് വരാതെയായി. ഇതോടുകൂടിയാണ് കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴയൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് കെൽട്രോൺ ജിയോയ്ക്ക് പണം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ്, ജിയോയ്ക്ക് സർക്കാർ പണം കൊടുത്തില്ല. ഏതാണ്ട് 90 കോടിയോളം രൂപ സർക്കാർ ഈ ഇനത്തിൽ കെൽട്രോണിന് കുടിശ്ശിക വരുത്തി കഴിഞ്ഞിരിക്കുന്നു. പഴയ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 6000 കോടിയിലേറെ രൂപ ഖജനാവിൽ നീക്കി വെച്ചിട്ടാണ് പോയത് എന്ന് തള്ളിമറിക്കുന്ന CPM-കാർ ഓർക്കണം. 90 കോടി രൂപ കെൽട്രോണിന് മാത്രം കുടിശ്ശിക വെച്ചുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ തുക കെൽട്രോണിന് ലഭിച്ചിട്ടില്ല. കെൽട്രോണിന് കുടിശ്ശിക തുക ലഭിക്കാത്തത് കാരണം ജിയോ എന്ന കമ്പനിക്ക് ഇൻ്റർനെറ്റ് സേവനത്തിനുള്ള പണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജിയോ ഇൻ്റർനെറ്റ് സേവനം പിൻവലിക്കുന്നു. ഈ AI പദ്ധതി ആകെ കൂടി ചളക്കോളമാകുന്നു. 2 ദിവസമായി AI ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇനി എത്ര കാലത്തേക്ക് കൂടി AI ക്യാമറകൾ ഇങ്ങനെ പ്രവർത്തനരഹിതമായിരിക്കുമെന്നോ ജിയോ എന്ന് ഇൻ്റർനെറ്റ് സേവനം പുനഃസ്ഥാപിക്കുമെന്നോ അറിയില്ല. തൽക്കാലത്തേക്ക് AI ക്യാമറകളെ നമ്മൾ ഭയപ്പെടേണ്ട, കാരണം അവ പ്രവർത്തിക്കുന്നില്ല.